ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും നിങ്ങളിലേക്ക് 18 കാരറ്റ് ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ. ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. സ്റ്റിച്ച് യുവർ സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ വണ്ടൂർ മേഖലയിൽ UDFന്റെ തേരോട്ടം. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തും ബ്ലോക്ക് നിയോജക മണ്ഡലം പരിധികളിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളും UDF തൂത്തുവാരി. ഇടതുകോട്ടയായ തിരുവാലിയിൽ UDF അട്ടിമറി വിജയം നേടിയപ്പോൾ മമ്പാടും കരുവാരക്കുണ്ടും UDF ഭരണം പിടിച്ചെടുത്തു. സംസ്ഥാനമൊട്ടാകെ UDF തരംഗം ആഞ്ഞുവീശിയപ്പോൾ വണ്ടൂർ മേഖലയിലെ പഞ്ചായത്തുകളിൽ UDF തൂത്തുവാരുന്ന കാഴ്ചയാണ് കാണാനായത്. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ 18 ഡിവിഷനുകളിൽ 14 സീറ്റുകളിലും UDF വിജയിച്ചപ്പോൾ LDF 4 സീറ്റുകളിലൊതുങ്ങി. കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിലെ 16 സീറ്റുകളിലും UDF വിജയിച്ച് എതിരാളികളില്ലാതെ ഭരണസമിതിയായി. വണ്ടൂർ ബ്ലോക്ക് നിയോജകമണ്ഡലം പരിധികളിലെ വണ്ടൂർ, പോരൂർ, തിരുവാലി, മമ്പാട്, തൃക്കലങ്കോട്, പാണ്ടിക്കാട്, തുവ്വൂർ, കരുവാരക്കുണ്ട്, കാളികാവ്, ചോക്കാട് എന്നീ പഞ്ചായത്തുകളിലെല്ലാം UDF വ്യക്തമായ ആധിപത്യം നിലനിർത്തി. ശക്തമായ മത്സരം നടന്ന വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ 24 വാർഡുകളിൽ 13 സീറ്റുകൾ നേടിയാണ് UDF വിജയക്കൊടി പാറിച്ചത്. 11 സീറ്റുകൾ നേടി LDF കരുത്ത് കാണിച്ചെങ്കിലും 2 സീറ്റുകളുടെ വ്യത്യാസത്തിൽ ഭരണം നഷ്ടപ്പെടുകയായിരുന്നു. വണ്ടൂർ പഞ്ചായത്തിൽ ശക്തമായ മത്സരം നടന്ന വണ്ടൂർ ടൗൺ 20-ാം വാർഡിലും അത്താണിക്കൽ 5-ാം വാർഡിലും LDF സ്വതന്ത്രന്മാർ വിജയിച്ചത് UDFന് കനത്ത തിരിച്ചടിയായി. UDFനെ മുന്നിൽ നിന്ന് നയിച്ച UDF ചെയർമാനും മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കൂടിയായ ഷൈജൽ എടപ്പറ്റയാണ് 20-ാം വാർഡിൽ പരാജയമറിഞ്ഞത്. 239 വോട്ടുകൾക്കാണ് LDF സ്വതന്ത്രനായ EP മുഹമ്മദ് കുഞ്ഞി ഷൈജൽ എടപ്പറ്റയെ പരാജയപ്പെടുത്തിയത്. അത്താണിക്കൽ 5-ാം വാർഡിൽ കോൺഗ്രസ് നേതാവായ VM അഷ്റഫിനെ 32 വോട്ടുകൾക്കാണ് LDF സ്വതന്ത്രനായ ഗഫൂർ പരാജയപ്പെടുത്തിയത്. പോരൂർ ഗ്രാമപഞ്ചായത്തിലെ 19 വാർഡുകളിൽ UDF 14 സീറ്റുകൾ നേടിയപ്പോൾ LDFന് 5 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. CPMന്റെ കോട്ടകളിലൊന്നായ തിരുവാലിയിൽ 11 സീറ്റുകൾ നേടി UDF അട്ടിമറി വിജയം നേടിയപ്പോൾ LDF 8 സീറ്റുകളിലൊതുങ്ങി. മമ്പാട് ഗ്രാമപഞ്ചായത്തിൽ 18 സീറ്റുകൾ നേടി UDF വലിയ ഭൂരിപക്ഷം നേടിയപ്പോൾ ഭരണകക്ഷിയായിരുന്ന LDFന് 4 സീറ്റുകളിൽ ഒതുക്കേണ്ടി വന്നു. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലും UDF 18 സീറ്റുകൾ നേടിയാണ് അധികാരം നിലനിർത്തിയത്. LDFന് 6 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്തിലും 18 സീറ്റുകൾ നേടിയാണ് UDF അധികാരം നിലനിർത്തിയത്. LDF 5 സീറ്റുകൾ നേടിയപ്പോൾ 1 സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. കഴിഞ്ഞ തവണ UDFന് 17-ൽ 17 സീറ്റുകൾ ലഭിച്ച തുവ്വൂരിൽ ഇത്തവണ UDF ഭരണം നിലനിർത്തിയെങ്കിലും സീറ്റ് നില 12ലേക്ക് ചുരുങ്ങി. ആകെയുള്ള 19 വാർഡുകളിൽ 7ഇടങ്ങളിൽ LDF സ്ഥാനാർത്ഥികൾ വിജയിച്ച് മുന്നേറ്റമുണ്ടാക്കി. LDF ഭരിച്ചിരുന്ന കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൽ ആകെയുള്ള 24 വാർഡുകളിൽ 21 ഇടങ്ങളിലും വിജയിച്ച് UDF അധികാരം തിരിച്ചുപിടിച്ചു. കൊയ്തക്കുണ്ട്, പാന്ത്ര, വീട്ടിക്കുന്ന് വാർഡുകളിൽ മാത്രമാണ് LDFന് വിജയിക്കാനായത്. കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ 22 വാർഡുകളിൽ 19 നേടി UDF അധികാരത്തിലെത്തിയപ്പോൾ LDF 3 സീറ്റുകളിൽ ഒതുങ്ങി. ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ ആകെയുള്ള 20 വാർഡുകളിൽ 14 സീറ്റുകൾ നേടി UDF ഭരണം നിലനിർത്തി. 6 സീറ്റുകളാണ് LDFന് ലഭിച്ചത്. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഡിസോക്കോ ഫർണിച്ചർ, വണ്ടൂർ, വെള്ളാമ്പുറം. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലങ്കൂർ.